Good morning. Good morning. Good morning, ma'am. Morning. Good Good morning, morning. ma'am. Morning. Okay, so we completed unit 3, right? So next, so before that, who is going to do prayer? Nyambada. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Ma'am, sign in and ചെയ്യാം. Okay. Hi everyone. Good morning to all. First of all, I am welcoming our facilitator, Jisha ma'am, to the class. Then I am welcoming our technical team, Rijo sir and Dagi ma'am. Then after I welcome all my friends in the class. Thank you. Signing in, Gauri Nandana. It's me signing in, Gauri Nandana. Thank you. ഞാൻ പറയട്ടെ മാം, മാമിനെ ഫെസിലിറ്റേറ്റർ എന്ന് വിളിക്കണ ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് ചെയ്തത്. Thank you so much. നിങ്ങളും facilitators ആണ്, ഒരു half journey ആയില്ലേ? So when you are going to start your teaching practice, somebody has completed. So everybody is facilitators. Okay, thank you so much. And ഗൗരി നന്ദൻ, എന്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഏതൊരു പ്രാവശ്യം നമ്മളിങ്ങനെ ലെസന്റെ ഓരോ പോർഷൻ ആയിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ഇട്ടിരുന്നോ? ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞത് മിസ് കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡഡ് ക്ലാസ്സിൽ ചോദിക്കണം ഞാൻ കേട്ടു. അപ്പൊ റെക്കോർഡഡ് ക്ലാസ്സിൽ അത് കേട്ടപ്പോ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് പറയണം എന്നുള്ളതുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കഴിയാറായപ്പോഴാണ് ആ മെസ്സേജ് ഞാൻ കാണുന്നത്. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, വായിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ഞാനിത് ഏത് ബാച്ചാന്ന് ഞാനിങ്ങനെ അപ്പൊ മനസ്സിൽ ഓർത്തു വെച്ചു. അങ്ങനെ തന്നെ ഞാൻ ഈ ബാച്ചിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ആരോടും ചോദിച്ചില്ല. പിന്നെ ഞാൻ ഓർത്തിന് എനിക്ക് മാറിപ്പോയതായിരിക്കും ബാച്ച്, ആരും റെസ്പോണ്ട് ചെയ്യാതിരുന്ന കണ്ടപ്പോഴേ. Okay, friends, so it's today your turn to read first. Okay. Okay then. So anything else like you want to share? ക്വസ്റ്റ്യൻസ് റെഡി ആയിരുന്നു കേട്ടോ യൂണിറ്റ് 3യുടെ. ഞാൻ അത് വിട്ടുപോയത്, ഞാൻ ഷെയർ ചെയ്യാനായിട്ട്. സോ റിജോയ്ക്ക് ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുത്തിക്ക്. ഓക്കെ ദെൻ സോ യൂണിറ്റ് 4 ഒക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും. ബട്ട് യൂണിറ്റ് 7 ആണ്, അത് വളരെ ഇമ്പോർട്ടന്റും ആണ്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ലെറ്റ് മീ ഷെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ പല കാര്യങ്ങളും തന്നെയാണ്. സെൽഫ് കൺസ്ട്രക്ഷൻ അറിയാൻ മോണ്ടിസോറി പറയുമല്ലോ, കുട്ടികൾക്കൊരു സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് വേണ്ടത്. അവര് തന്നെ ബിൽഡ് ചെയ്യണം ആ ഒരു രീതിയിൽ. അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 എയ്ഡ്സ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. ഓക്കെ, അതൊരു ഏജ് കഴിയുമ്പോഴേക്കും അത് മാറി സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആവും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്ത് അബ്സോർബ് ചെയ്യണം എന്നുള്ളത്. മറ്റേത് അവരെല്ലാം കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവരങ്ങ് ഉൾക്കൊണ്ടു പോകും. ബട്ട് ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോഴേക്കും അവർക്കൊരു ഐഡിയ കിട്ടുന്നു എന്താണ് ശരി. അവര് ഗുഡ് ഓർ ബാഡ് തിരിച്ചറിയുന്നു, ഗുഡ് ഓർ ഈവിൾ തിരിച്ചറിയുന്നു. പിന്നെ എന്താ പറയാ, ജസ്റ്റിസ് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഒരു ഐഡിയ കിട്ടുന്നു. സോ ആ അബ്സോർബൻ മൈൻഡ് എന്നുള്ളതിന് ചേഞ്ചസ് വരിക. മറ്റേത് കാണുന്നതും കേൾക്കുന്നതും അത് റിയൽ ആണോ,
അൺറിയൽ ആണോ എന്നൊന്നും അവർക്ക് അറിയില്ല. അത് മുഴുവനും അവരങ്ങ് ഏറ്റെടുക്കും. ഓക്കെ, സോ നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റ് 4 സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാകും. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ നമ്മൾ കുട്ടികളുടെ ഓരോ സ്റ്റേജസും കണ്ടു. മറിയാം മോണ്ടിസോറി 6 ഇയേഴ്സ് വരെയുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ആഫ്റ്റർ 6 ഇയേഴ്സ് അവർക്ക് ഒരു ഇൻകേപ്പബിൾ ആയി. എന്താണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും അവർ പറയുന്നത് 0 to 6 ഇയേഴ്സിൽ നമ്മൾ അവർക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് അവരെ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു പ്രൊഡക്റ്റീവ് സിറ്റിസൺ ആയിട്ട് നല്ല സൊസൈറ്റിക്ക് എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ആക്കാൻ അവരെ ആ ഒരു ടൈമില് നമ്മളുടെ ഒരു കെയർ സപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൗരി നന്ദന, യു ക്യാൻ റീഡ് ഫ്രം ദി ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് ലെറ്റ് മീ സീ എവിടെ വരെ വായിക്കണം ഞാൻ പറയാട്ടോ. മാം സെൽഫ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടിങ് തൊട്ടാണോ? അതെ അതെ അതെ, ആ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ മതി. കാരണം സെൻസിറ്റീവ് പീരീഡ് അത് കുറച്ചധികം ഉണ്ട്. ഇൻട്രൊഡക്ഷനും സെൻസിറ്റീവ് പീരീഡിന്റെ ഫസ്റ്റ് പാരഗ്രാഫും വായിച്ചോളൂ. Okay. Self-construction. The child often works toward completion or perfection. This motivation is exactly driven by the child's need to connect with his world and find out who he is and what he is made of. The more the child engages in activities, the more he develops and understands himself. The sensitive period and absorbent mind are the two internal factors which help in the progress of the spiritual embryo for his self-construction. The sensitive period. It was a Dutch biologist, Hugo de Vries, who first noticed the sensitive period in an insect. De Vries disclosed that the female butterfly naturally lays her eggs in a protected spot at the angle formed by a branch on the trunk of the tree where it is safe and protected. When hatched, the caterpillars can eat only the tenderest leaves, which are the top end of the branch. De Vries discovered the caterpillars are sensitive towards light. Light attracts it, which causes them to crawl up to the end of the branch and it finds the food to satisfy its hunger. As the useful of this sensitivity passes, new sensitivity will occur. Will occur to help the caterpillar in search of other experience for its living. സോ സെൽഫ് കൺസ്ട്രക്ഷൻ, സെൽഫായിട്ട് ബിൽഡ് ചെയ്യുന്നു കുട്ടികൾ. ആ രീതിയിൽ തന്നെ വരണം എന്നാണ് പറയുന്നത്. അതിന് അവർക്ക് ഫ്രീഡം വേണം, എന്നാലാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു. അവരുടെ വർക്ക്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, വർക്ക് ടു പ്ലേ, ആ ഒരു രീതിയിൽ ആക്ടിവിറ്റി ഫോം ചെയ്യണം. പിന്നെ അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, അവർക്കൊരു ഫ്രീഡം വേണം വിത്തിൻ ദ ലിമിറ്റ്സ്. എൻവിയോൺമെന്റ് അവർക്ക് അവരുടെ നീഡ്സ് അനുസരിച്ച് ഡിസൈൻ ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കുട്ടികൾ എപ്പോഴും ആ ഒരു അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, അതിന്റെ കംപ്ലീഷൻ, അതിലെ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടി ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റേഷൻ അവർക്ക് അവരുടെ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യും, അവരത് എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് ശരിക്കും അവർക്കൊരു മോട്ടിവേഷൻ ആണ്. നമ്മളിപ്പോ അവരെ കറക്റ്റ് ചെയ്യാണ്, നീ ചെയ്ത് ശരിയായില്ല, ഞാൻ ചെയ്തു വെക്കാം എന്ന് പറയുമ്പോഴേക്കും അവരങ്ങോട്ട് ഇൻഫീരിയർ ആയിപ്പോവും, അവർ ഡൗൺ ആയിപ്പോവും. നമ്മൾ അവരെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യിക്കുക, വെരി ഗുഡ് വേ അങ്ങനെ വീണ്ടും ചെയ്യിക്കുക, അവരുടെ പെർഫെക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോ എൻവയോൺമെന്റുമായിട്ട് ഇവർ കണക്ട് ചെയ്യണം. ഇതിന് മനസ്സിലാക്കണം ഞാൻ ആരാണ്, ഒരു സെൽഫിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. കൂടുതൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അവന്റെ ആ ഡെവലപ്മെന്റ് അത് മനസ്സിലാകും. അവന് പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മൾ പറയുമല്ലോ, നമുക്ക് എന്താ പറയാ, അറിവ്, ബുദ്ധി, അങ്ങനെയൊക്കെ പല ലെവൽസിലേക്കാണ് പോകുന്നത്. നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അല്ലാതെ അറിഞ്ഞത് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യോ അങ്ങനെ എന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും നമുക്കത് നോളജ് ആയിട്ട് നമുക്ക് മാറുവാണ്. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ലെവലിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി അത് നമ്മളൊരു അറിവ് സമ്പാദിക്കുന്നു എന്ന് പറയില്ല. അപ്പൊ ദാറ്റ് വിൽ
മെഷർ ദ വിസ്ഡം ഓഫ് ദ മാൻ. ഒരു മനുഷ്യന്റെ വിസ്ഡം, ബുദ്ധി എന്ന് പറയുന്നത്, നമ്മൾ ചില ആളുകളെ പറയില്ല, അവർക്ക് പല പല ലെവലിലുള്ള കാര്യങ്ങളെ പറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അറിവുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് അവരത് അറിയാൻ ആഗ്രഹിക്കുന്നു. കിട്ടുന്ന ഇൻഫർമേഷൻസ് അങ്ങനെ തന്നെ വിഴുങ്ങില്ല, അതിനെ മനസ്സിലാക്കുന്നു. അതിനിങ്ങനെ ചിലരിങ്ങനെ ഭയങ്കര ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ മനസ്സിലാക്കി വെക്കും. അത് കുട്ടികളിൽ അത് പ്രത്യേകിച്ചും ആ ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. അവരത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പണ്ടത്തെ ഒരു പഠന രീതിയല്ല ഇപ്പോഴത്തെ പഠന രീതി. കുട്ടികൾ ആ രീതിയിൽ നമ്മൾ ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോയാൽ അവർക്ക് ടെൻഷൻസ് ഉണ്ടാവില്ല എക്സാംസ് വരുമ്പോൾ. കാരണം അവരത് മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ അത് ശരിക്കും നല്ലപോലെ തറവായിട്ടുണ്ട്. അപ്പൊ അവർക്ക് ടെൻഷൻ ഇല്ല. അതേസമയം കാണാതെ പഠിക്കുന്ന കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സാം ആകുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ്. മറന്നു പോവോ. കാണാതെ പഠിക്കുമ്പോഴാണല്ലോ മറന്നു പോകേണ്ട കാര്യമുള്ളൂ. മനസ്സിലാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും ഈ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്, കുട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പോസിറ്റീവ് ടൂൾസ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, അറിയാം മോണ്ടിസോറിയുടെ ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭ്രൂണാവസ്ഥയിലാണ് മനസ്സ് പുറത്തേക്ക്, ജനിച്ചു കഴിഞ്ഞാലും കുറെ നാളുകൾ മനുഷ്യന് ഭ്രൂണാവസ്ഥയിലാണ് മനസ്സ്. അതാണ് സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത്. അതിന്റെ പ്രോഗ്രസ്സിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സെൽഫ് മെയ്ഡ് ആകുന്നു മാൻ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് ആ ഒരു ഏജിൽ വന്നാലാണ് സെൽഫ് മെയ്ഡ് മാൻ ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ചില ആളുകൾ എത്ര പ്രായമായാലും അവർക്കൊന്നും തന്നെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല, അവർക്ക് ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ ഒരു ഡച്ച് ബയോളജിസ്റ്റ് അദ്ദേഹം ഇതൊരു ഇൻസെക്റ്റിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് പറയുന്നുണ്ട്. അതായത് ബട്ടർഫ്ലൈ, ഫീമെയിൽ ബട്ടർഫ്ലൈ മുട്ടയിടുന്നു അല്ലെ, ആ മുട്ടയിടുന്ന ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നത് വരെ, ഒരു മരത്തിലെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നത് വരെ ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞിന് ഫസ്റ്റ് തന്നെ ഒരു ഫുഡ് കിട്ടുന്ന രീതിയിൽ അതുപോലുള്ള ഒരു എൻവിയോൺമെന്റ് കണ്ടുപിടിക്കുക. അത് നല്ല രീതിയിൽ ഡെവലപ്പായി പുറത്തു വരാനായിട്ട്. കാരണം നമുക്കറിയാം ഒരു ബട്ടർഫ്ലൈ ഉണ്ടാകുന്നതിന് കുറേ പ്രോസസ് ഉണ്ട്. കാറ്റർപില്ലറായി കുറെ നേരം പ്യൂപ്പ സ്റ്റേജിലേക്ക് പോകും. ഒരു സമാധി ഇരിക്കുന്ന പോലെ കുറെ നേരം ആ ഒരു പ്യൂപ്പ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പ സ്റ്റേജിലേക്ക് പോകും അല്ലെ. ആ പ്യൂപ്പയിൽ നിന്ന് അത് തന്നെ പുറത്തേക്ക് പൊട്ടി പുറത്തേക്ക് വരുമ്പോഴേക്കും നല്ല ബ്യൂട്ടിഫുൾ വിങ്സ് ഉള്ള ബട്ടർഫ്ലൈ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷന് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ഫീമെയിൽ ബട്ടർഫ്ലൈ ആ എഗ്ഗ് അവിടെ ഇടുമ്പോൾ തന്നെ ആ എഗ്ഗിനെ അപ്പൊ തുടങ്ങി അതിനെ പ്രൊട്ടക്ട് ചെയ്യുവാണ് ബട്ടർഫ്ലൈ ആകുന്നവരെ. ശരിക്കും ലൈറ്റ് വരുന്ന രീതിയിൽ ട്രീയിലെ നല്ലൊരു ബ്രാഞ്ച് നോക്കിയിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. അപ്പം ഈ കാറ്റർപില്ലേഴ്സിന് എന്താ പറയാ, ഈ കാറ്റർപില്ലർ എന്താ ചെയ്യുന്നത്, ആ അത്രയും നാള് പ്യൂപ്പയിലേക്ക് പോകുമ്പോൾ ഹെൽത്തി ആയിരിക്കണം. അപ്പൊ അതിന് നല്ല ടെൻഡർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ടിഷ്യൂസ് ഉള്ള ലീവ്സ് ഇല കഴിക്കണം. അപ്പൊ അതിനനുസരിച്ചുള്ളിടത്താണ് മുട്ട ഇടുന്നത്. മുട്ട വിരിഞ്ഞ് ആദ്യം വരുന്ന പുഴുവാണ് അല്ലെ. ആ പുഴുവാണ് പിന്നെ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയി മാറുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഴു ഈ നല്ല ഇലകൾ കഴിക്കാൻ പാകത്തിനുള്ള ബ്രാഞ്ച് നോക്കിയിട്ടാണ് നമ്മുടെ ബട്ടർഫ്ലൈ മുട്ടയിടുന്നത്. ടോപ്പ് എൻഡ് ഓഫ് ദ ബ്രാഞ്ച് ആയിരിക്കും ടുവേഴ്സ് ലൈറ്റ്. കാരണം ഇവര് സെൻസിറ്റീവ് ടുവേഴ്സ് ലൈറ്റ് ആണ്. ഈ ലൈറ്റ് അട്രാക്ട് ചെയ്യുന്നു, അതാ അങ്ങനെ എൻഡ് ഓഫ് ദ ബ്രാഞ്ചിലേക്ക് ചെല്ലുന്നു. അവിടെ ഫുഡ് എല്ലാം കഴിച്ച് സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോഴേക്കും അവർ പ്യൂപ്പ സ്റ്റേജിലേക്ക് പോകുന്നു. ദെൻ ആഫ്റ്റർ സം മോർ ഡേയ്സ് അവരത് ബട്ടർഫ്ലൈ ആയിട്ട് തിരിച്ചു വരുന്നു. അതുപോലെ തന്നെയാണ് ഹ്യൂമൻസിലും നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. മറിയ മോണ്ടിസോറി അതിനെ കണക്ട് ചെയ്യുക. ഇതേ രീതി തന്നെ കുട്ടികളിലുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ നമ്മളത് കുറച്ചുകൂടെ മെന്റലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബട്ടർഫ്ലൈയുടെ ആ മെറ്റാമോർഫസിസ്, ആ ഒരു പരിണാമം അല്ലെ, അത് പുഴു ബട്ടർഫ്ലൈ ആയി മാറുന്ന ആ മാറ്റം, ആ മെറ്റാമോർഫോസിസ് നടക്കുന്ന പോലെ തന്നെ മനുഷ്യരിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശാരീരികവും ഉണ്ട്, മാനസികവും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന എൻവയോൺമെന്റ് ഈ അമ്മ ബട്ടർഫ്ലൈ ഓൾറെഡി ചെയ്തു വെച്ചതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവര് ബ്യൂട്ടിഫുൾ വിങ്സ് ആയിട്ട് അവര് പുറത്തേക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. സോ പുഴു ഇതിന് വേറൊരു ഒരു തലവും കൂടി ഉണ്ട് കേട്ടോ. നമ്മളുടെ ഉള്ളില് നമ്മളൊരു ബട്ടർഫ്ലൈ ആയിട്ട് മാറണമെങ്കിൽ നമ്മളിലെ പുഴു മാറി പൂമ്പാറ്റയാകണം അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള പുഴു പ്രവണതകളെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് പാറിപ്പറന്ന് വരണം എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് പുഴു പ്രവണതകളെയൊക്കെ മാറ്റി
നേരെ ഒരു ശലഭമായിട്ട് മാറുന്ന ഒരു അങ്ങനെയും നമുക്ക് കാണാം. ആ ഒരു പെർസ്പെക്റ്റീവിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അവിടെ പെർഫെക്ഷൻ ആ ഒരു ഇതിലേക്ക് വരുവാണ് കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ ഒബ്സർവേഷൻസ് പറയുന്നുണ്ട്. സോ അതും ഈ ഒരു കൊച്ചു പാരഗ്രാഫ് കൂടെ രണ്ടും കൂടെ ആരാ വായിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത്? എന്റെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട് സെൽഫ് കൺസ്ട്രക്ഷൻ. നിങ്ങൾ അത് റീഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ അതൊന്നും എടുക്കാം. വായിച്ചോളൂ. ആരാ റെഡി ആയിട്ടുള്ളത്? Dr. Maria Montessori was convinced. Dr. Maria Montessori was convinced that similar characteristics were also found in children. She said children pass through definite periods in which they reveal physical aptitudes and possibilities, which afterwards disappear. That is why at particular epoch of their life, they reveal an intense and extraordinary interest in certain objects and exercise, which one might look for in vain at a later age. During such a period, the child is endowed with a special sensibility which urges him to focus his attention on certain aspects of his environment to the exclusion of others. Such attention is not the result of mere curiosity. It is more like burning passion. An emotion first rises from the depth of the unconscious and sets in motion a marvelous creative activity in contact with the outside world, thus building up consciousness. Sensitive periods are blocks of time in the child's life when he is absorbed with the one characteristics of his environment to the exclusion of all others. This sensitivity towards certain stimuli lasts until a necessary need is fulfilled. This sensitive period defines the child following in gaining knowledge of his surroundings. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിലും കാണാം. കുട്ടികളിൽ മാത്രമല്ല, നമ്മളത് ഒരു ശലഭ പരിണാമം എന്നുള്ള രീതിയിൽ ആ ഒരു മെറ്റമോർഫോസിസ് പറയുമ്പോൾ നമ്മളെ ആളുകളിൽ നമുക്ക് ചില ഇൻസിഡൻസ് അല്ലെങ്കിൽ ചില ആളുകളുടെ ടോക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആയി നമ്മൾ അതുവരെയും ചിന്തിച്ചിരുന്ന നമ്മളെ മാറ്റി ഒരു പുതിയ നമ്മളായിട്ട് നമ്മൾ ഉണ്ടാവാറില്ലേ? സെയിം തന്നെയാണ് ആ ഒരു ശലഭ പരിണാമം, ആ ഒരു ബട്ടർഫ്ലൈയുടെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിലുള്ള പുഴു പ്രവണതകളെ മാറ്റി നമ്മളൊരു ശലഭമായി മാറുന്നത് പോലെ തന്നെ കുട്ടികളിലും ഇതേ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികൾ പല പീരിയഡ്സിലൂടെ കടന്നു പോകുന്നു. നമ്മൾ അത് ഡിവൈഡ് ചെയ്തിരുന്നു ഏജിനനുസരിച്ച്. ആ സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടു. പല രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ്സ്, പോസിബിലിറ്റീസ്, അങ്ങനെ എല്ലാം പല ഇതും കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ആവുന്നു. ആ ഒരു രീതിയിൽ നമുക്കറിയാം, നമ്മളുടെ കുഞ്ഞുങ്ങളൊരു 4 years വരെയും കാണിച്ചതായിരിക്കില്ല. പിന്നെ ഒരു ആഫ്റ്റർ 5 years കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 years കഴിയുമ്പോൾ പിന്നെ ഒരു അഡോളസൻസിൽ എത്തുമ്പോൾ അവരുടെ രീതി വേറെ ആയിരിക്കും. ഈവൻ ദോ ടേസ്റ്റുകൾ മാറും. ഡ്രസ്സിനോടുള്ള ആ ഒരു ഡ്രസ്സിങ് സെൻസ്, ടേസ്റ്റ്, അങ്ങനെ പല ഇതും മാറും. പിന്നെ ചെറുപ്പത്തിൽ ഭയങ്കര വരയും പാട്ടും ഒക്കെ ഉള്ളവർ ചിലപ്പോൾ അതൊക്കെ മാറി അവരുടെ സ്കില്ല് വേറെ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. സ്പോർട്സിനോട് താല്പര്യം കാണിക്കുന്നു, ചിലർ ആർട്സിനോട് താല്പര്യം കാണിക്കുന്നു, ചിലർ റീഡിങ്. അങ്ങനെ ഇവരുടെ ഓരോ ടൈം ഒരു പീരീഡ് കഴിയുമ്പോൾ ഇതെല്ലാം മാറി കറക്റ്റ് ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു. അതാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെ അതൊരു ബട്ടർഫ്ലൈയിൽ സംഭവിക്കുന്ന പോലെ തന്നെ, ആ ഒരു കാറ്റർപില്ലർ മാറി ബട്ടർഫ്ലൈയിൽ സംഭവിക്കുന്ന പോലെ തന്നെ കുട്ടികളിലും ഉണ്ടാകാറുണ്ട്. പറഞ്ഞല്ലോ, സർട്ടൻ ഒബ്ജക്ട്സിനോട് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ ഓരോരോ കാര്യങ്ങള്. പിന്നെ ഓരോ ഏജിലും അവരുടെ അങ്ങനെയാണ് ഇവരുടെ സ്കിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തു വരുമ്പോൾ അവരുടെ കരിയർ, അക്കാദമിക് എല്ലാം ഇംപ്രൂവ് ആവുന്നത്. അങ്ങനെ അവരുടെ ഉള്ളിൽ ഓരോ ഇതുണ്ടാവും. ചിലർക്ക് സ്പോർട്സിനോടാണെങ്കിൽ, ചിലർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോടായിരിക്കും, ചിലർക്ക് ആർട്ടിസ്റ്റിക്, ചിലപ്പോൾ എഴുത്ത്, കുട്ടികളുടെ എഴുത്തൊക്കെ തുടങ്ങും, കവിത, കഥ, അങ്ങനെ എഴുതാനൊക്കെ തുടങ്ങുന്നവരൊക്കെ കാണും. അപ്പൊ ഇങ്ങനെ എൻവിയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻവിയോൺമെന്റ് ഒരു ഫാക്ടർ തന്നെയാണ്.
ഓക്കെ. സോ ഇവരുടെ ഒരു പാഷൻ അതെല്ലാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇതെല്ലാം ശരിക്കും അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തണം. എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് അതെല്ലാം ആകും. പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ളത് കോൺഷ്യസ് ലെവലിലേക്ക് മാറും. അൺകോൺഷ്യസ് ആയിട്ട് കിടന്നാൽ ഒരു കോൺഷ്യസ് ലെവലിലേക്ക് മാറും. അവരുടെ ഈവൻ ഫിസിക് മാറും. അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് മാത്രമല്ല, മെന്റൽ ചേഞ്ചസ്, ആറ്റിറ്റ്യൂഡ് എല്ലാത്തിലും മാറ്റം വരിക. ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കോണ്ടാക്ട്, ഒരു കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഇവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അത് നല്ല രീതിയിൽ നടക്കുള്ളൂ. ഒരു ബട്ടർഫ്ലൈക്ക് സംഭവിച്ച പോലെ തന്നെ, കാറ്റർപില്ലർ മാറി ബട്ടർഫ്ലൈ മാറിയതുപോലെ തന്നെ ആ ഒരു രീതിയിൽ സെൽഫ് കൺസ്ട്രക്ഷൻ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ കാണാറില്ലേ, ഈ കിളികള് ഇങ്ങനെ മുട്ടയിടുമ്പോ നമ്മൾ എങ്ങാനും ആ കൂട്ടിലൊന്ന് തൊടുവോ, അങ്ങനെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ആ മുട്ട പൊട്ടിക്കും. കാരണം ഇത് നാച്ചുറൽ ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നാച്ചുറൽ ആയിട്ട് വരണേ. ഈ ട്യൂബ നമ്മൾ എന്നും പോയി നോക്കി ബട്ടർഫ്ലൈനെ പുറത്താക്കാനായിട്ട് അതിൽ ഒരു ഹോൾ ഇട്ടാലോ അത് ചത്തുപോകും, അത് വരില്ല ശരിക്കും പുറത്തേക്ക്. സോ അതുപോലെ തന്നെ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആകണം. നാച്ചുറൽ ആയിട്ട് അത് ആ ഒരു പ്രോസസ് നടക്കണം, ആ ഒരു മാറ്റം, മെറ്റാമോർഫോസിസ് നടക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു സെൻസിറ്റീവ് പീരീഡ്, അബ്സോർബൻ മൈൻഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് മാറ്റം വരുമെന്ന് നമ്മൾ പറഞ്ഞു. അവര് ചില കാര്യങ്ങളോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ലൈക്ക് അത് അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച്, പിന്നെ അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിനനുസരിച്ച് അതിനോടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില സമയത്ത് ചില ടോയ്സ് കാണുമ്പോൾ കുട്ടികൾ ഭയങ്കര അട്രാക്റ്റീവ് ആവും അതിനോട്. അവരത് വേണം 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 എന്ന് ഭയങ്കര വാശിയായിരിക്കും. നമ്മൾ ആ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തു, ഒരു പ്രാവശ്യം ഞാനും കയ്യിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ അവളെ മാറ്റിയിട്ടിട്ട് പോകുന്നതാണ്. സോ അവരുടെ നീഡ് ഫുൾഫില്ല് ചെയ്യുന്നത് വരെയും ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ആ ഒരു ഇതിനോട് അവർക്കൊരു താല്പര്യം ആ ഒരു രീതിയിൽ വരും. സെൻസിറ്റീവ് പീരീഡ് ശരിക്കും സറൗണ്ടിങ്സിൽ നിന്ന് പല രീതിയിലുള്ള നോളജ് ഗെയിൻ ചെയ്യുന്നതാണ് പലപ്പോഴും സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും അതാണ്. അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ്, ഇന്റേണൽ ആയിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ചില ഫാക്ടേഴ്സ് ആണ്. ഉള്ളിൽ നിന്നും അവരെ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. ഓക്കെ, നെക്സ്റ്റ് സെൻസിറ്റീവ് പീരീഡിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 6 പോർഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വരെ 6 പോയിന്റ് വരെയും ഇവിടെ വരെയും എന്താണെന്നൊന്ന് വായിച്ചോളൂ. രണ്ടുപേരായിട്ട് വായിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. ആരായിരുന്നു രണ്ടാമത്തെ ആള്? Montessori observed the sensitive periods in the child's life connected with the requirements for order in the environment, the development of language, use of sense, the development of walking, attraction with minute and detailed objects, and a time of intense social interest. The 6 sensitive periods. First one, sensitivity to order, learning through their 5 senses, sensitivity for social interest, sensitivity for language, sensitivity for walking, sensitivity for small meat objects. ഓക്കെ, സെൻസിറ്റീവ് മോണ്ടിസോറി പറയുന്നത് സെൻസിറ്റീവ് പീരീഡ്സിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഞാൻ എന്റെ ടെക്സ്റ്റിലുള്ള ഈ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. സെൽഫ് കൺസ്ട്രക്ഷനിൽ മെയിൻ ആയിട്ട് പറയുന്ന പോയിന്റ്സ് മോണ്ടിസോറി പറയുന്നത് അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. എല്ലാ കുട്ടികൾക്കും 2 ക്രിയേറ്റീവ് സെൻസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദാറ്റ് വിൽ ഹെൽപ്പ് ദം ടു മെയ്ഡ് ബൈ ദംസെൽസ്. അതായത് അവരുടെ സെൽഫ് കൺസ്ട്രക്ഷന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന 2 ക്രിയേറ്റീവ് ആയിട്ടുള്ള സെൻസിബിലിറ്റീസ് ആണ്. ഒന്ന് അബ്സോർബൻ മൈൻഡും ഒന്ന് സെൻസിറ്റീവ് പീരീഡും. ഇത് ഇന്റേണൽ എയ്ഡ്സ് ആണ്. നമുക്കൊരു ടൂൾ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു ടൂൾ ഉണ്ടെന്ന് പറയുന്ന പോലെ കുട്ടികൾക്കുള്ള 2 ഇന്റേണൽ ടൂൾസ് ആണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന 2 ടൂൾസ് ആണ് ഈ അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. ഈ എൻവയോൺമെന്റുമായിട്ട് ഇവരെ അഡാപ്റ്റ് ചെയ്യുന്നു. ഞാൻ നമ്മുടെ PDF അല്ലാട്ടോ പറയുന്നത്, എന്റെ ടെക്സ്റ്റിലെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണേ. എന്നെ കാണാൻ പറ്റുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട് മാം. എനിക്ക് ക്ലാസ് ദീപ ഇപ്പൊ കാണാമോ? ഇല്ല. ആണോ? നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ആയിരിക്കുമല്ലോ ദീപ. ബാക്കിയുള്ളവർക്ക് കാണാലോ. ഇരിക്കുന്ന സ്ഥലം പറയുന്നതെല്ലാം കേൾക്കാം, പക്ഷെ കാണാൻ പറ്റില്ല. കാരണം റിജു എന്നെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാൻ പറ്റുന്നില്ല മാം.
ആണോ? രണ്ടുപേർക്കേ പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാവർക്കും കാണോ? എനിക്ക് പറ്റുന്നില്ല അനുഗ്രഹം. എനിക്ക് കാണാൻ ചില ദിവസം എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. ആണോ? ഓക്കെ. സോ അത് നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാറി മാറി ഇരിക്കുമ്പോഴേക്കാൻ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്ത് വരുമോ, എന്തെങ്കിലും ചെയ്താൽ മതി. റിജു എന്നെ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്നെ നിങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ റേഞ്ച് ഇഷ്യൂ ആണെന്ന് വെച്ചു, എന്താണോ കാണാം. ആരെങ്കിലും ഒരാൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? അവരെ കാണാൻ പറ്റുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താ ഇഷ്യൂ എന്നിട്ട് റിജോട് ചോദിക്കും. ലക്ഷ്മീനെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇല്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. കേക്കാം. ഇല്ല മാം, അപ്പൊ കാണുന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ലക്ഷ്മിനെ, ബാക്കി നമുക്ക് എന്നെ കാണാവുന്നവർക്കൊക്കെ ലക്ഷ്മിയെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. എന്നെ കാണാൻ ലക്ഷ്മിയെ കാണാൻ പറ്റുന്നില്ല. സോ അതായിരിക്കും. ലക്ഷ്മി ചേച്ചിനെയും കാണാം. കാണാം. അപ്പൊ അതായിരിക്കും നിങ്ങളുടെ ഏരിയയിലെ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. മൊബൈലിൽ നിന്നാണോ ക്ലാസ് കാണുന്നത്? അതെ മാം. നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഇത് ഇന്നാണോ അതോ നേരത്തേക്ക് ഇങ്ങനെ തന്നെയാണോ? എനിക്ക് എപ്പോഴും കാണാറില്ല മാം. ആരുടെ വീഡിയോ ഓൺ ചെയ്താലും എനിക്ക് കാണാൻ പറ്റാറില്ലായിരുന്നു. ആണോ? PG ക്ലാസ് കയറിയപ്പോ എനിക്കും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആണോ? എന്നിട്ട് പറയാത്ത ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ, ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ ഇത്ര നേരം മാമിനെ കാണാൻ പറ്റിയിരുന്നു, ഇപ്പൊ കുറച്ചു നേരമായിട്ടാണ് പറ്റാത്തത്. അതെയോ? മാം, എനിക്കും ഇപ്പൊ കാണാം. ഞാനൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കയറി, അപ്പൊ എനിക്കിപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ 2 തവണ ചെയ്ത് നോക്കിയപ്പോ കാണാൻ പറ്റും. അല്ല, ഇപ്പൊ പോയി. അതെയോ? ഇപ്പൊ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവുന്നില്ല. എനിക്ക് ചിലപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ ക്ലാസ് റൂമിലെ മറ്റേ ഗൂഗിൾ മീറ്റിന്റെ അതുവഴി കയറുമ്പോ ചിലപ്പോ കാണാൻ പറ്റും. ആണോ? ഓ ഓ. ട്രയൽ ആൻഡ് എറർ നമുക്ക് ഞാനൊന്ന് പറയാം. ഇനി വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് ടെക്നിക്കൽ ടീമിന് അവർക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു ചൈൽഡ്സ് സെൽഫ് കൺസ്ട്രക്ഷൻ 2 ടൂൾസ് എന്ന് പറയുന്നത് അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡ് ആണ്. സോ അത് അവരുടെ ഇന്റേണൽ എയ്ഡ്സ് ആണ്. എൻവയോൺമെന്റുമായിട്ട് അവരെ അഡാപ്റ്റ് ചെയ്യാൻ, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, അവരുടെ അഡാപ്റ്റേഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ നാച്ചുറൽ ആയിട്ട് അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്. ഈ 2 ഇന്റേണൽ ടൂൾസ് ഉള്ളത് കൊണ്ടും അവര് കുട്ടികള് അവരുടെ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. 2 ടൂൾസും അവരെ ഹെൽപ്പ് ചെയ്യുക സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അവരുടെ ബിഹേവിയർ നാച്ചുറൽ ആയിട്ട് വരുന്നു. നമ്മള് പ്യൂപ്പയിലേക്ക് പോയ കാറ്റർപില്ലർ ആ എൻവയോൺമെന്റിൽ നിന്ന് ലൈറ്റും എല്ലാം കിട്ടി കുറെ ദിവസം ആ ഒരു പ്യൂപ്പ സ്റ്റേജിലായിരിക്കും. അപ്പൊ അത് നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. സോ പെട്ടെന്ന് തന്നെ നാച്ചുറലി അതിന് ചേഞ്ചസ് വന്ന് ബട്ടർഫ്ലൈ ആകുന്ന പോലെ തന്നെ അങ്ങനെ സ്ലോലി ഗ്രാജ്വലി ആണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. കുട്ടികളുടെ പേഴ്സണാലിറ്റിയും അങ്ങനെ സ്ലോലി ഗ്രാജ്വലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. കൺസ്ട്രക്ഷൻ നടക്കുന്ന പോലെ തന്നെ നടക്കും. നമ്മളൊരു വീടൊക്കെ പണിയുന്ന സമയം എടുക്കുമല്ലോ, അതുപോലെ തന്നെ സ്ലോലി ഗ്രാജ്വലി നടക്കും, ഫിനിഷിംഗ് സ്റ്റേജിലേക്കൊക്കെ പോകുന്ന പോലെ. പിന്നെ നമുക്കറിയാം ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാത്രമല്ല ഈ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ബിഹേവിയർ മാത്രമല്ല, കുട്ടിയുടെ വളർച്ച, ഏത് ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ജെനറ്റിക്, അല്ലെ, അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്. 2 ഫാമിലിയിൽ നിന്നുള്ള ഒരു ജീൻസ് കുട്ടിയിലേക്ക് വരുന്നുണ്ട്. ക്രോമസോംസ് വരുന്നുണ്ടല്ലോ, 23 ക്രോമസോം ഫ്രം വൺ സൈഡ്, 23 ക്രോമസോം ഫ്രം അതർ സൈഡ്, അച്ഛന്റെ സൈഡും അമ്മയുടെ സൈഡും. അങ്ങനെ 46 ക്രോമസോം വരുന്നു. അത് മൂലം ഇതിന്റെ ക്യാരക്ടറിൽ, ബിഹേവിയറിൽ, അതിന്റെ പലതര രീതിയിലുള്ള വളർച്ചകളിലൊക്കെ അതും ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് കുട്ടി വളരുന്ന ചുറ്റുപാട്, എൻവിയോൺമെന്റ്. അപ്പൊ അതുകൊണ്ട് എൻവിയോൺമെന്റ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ വിത്തിൻ ഉള്ളിലുള്ള ഈ ഇതുപോലെ ജനറ്റിക് ആയിട്ട് വരുന്ന പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആ അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോ തന്നെ ആ ഒരു മാറ്റം ഉള്ളത് തന്നെയാണ്. ഓക്കെ. സോ അതൊക്കെയായിരുന്നു നമ്മള് എനിക്ക് എന്റെ ടെക്സ്റ്റ് പറഞ്ഞു തരാനുണ്ട്.
അപ്പൊ അതിലെ ഫസ്റ്റ് ടൂള് നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് പീരീഡും ഉണ്ട്, അബ്സോർബൻ മൈൻഡും ഉണ്ട്. അബ്സോർബൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ സ്പഞ്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അത് എങ്ങനെയാണോ അതിനെ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് അതുപോലെ കുട്ടി എല്ലാം അബ്സോർബ് ചെയ്യും, എല്ലാം അങ്ങ് വീഴും. ചിലപ്പോ നമ്മൾ പറയുന്നത് നമ്മളിപ്പോ ഒരു കളിയായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും അതുവരെ വിശ്വസിക്കും. ബട്ട് ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ അവർക്ക് ഐഡിയ വരും ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്, എല്ലാം അബ്സോർബ് ചെയ്യില്ല. വൺസ് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടി അവരതിനെ മനസ്സിലാക്കിയിട്ടേ അവരത് ഉൾക്കൊള്ളുള്ളൂ, ആ രീതിയിൽ പോകും. നമ്മൾ ആ സെൻസിറ്റീവ് പീരീഡിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സെൻസിറ്റീവ് ടു ഓർഡർ, അത് ഓരോ ഏജിലും കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ ഇപ്പം രാവിലെ, ഉച്ച, വൈകിട്ട് അങ്ങനെ ഒരു ഓർഡർ കുട്ടിക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ടോയ്സ് കളിക്കാൻ കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ഫിക്സ് ചെയ്യുന്നതിന് ഓർഡർ, അങ്ങനെ ഒരു ഓർഡർ ഫോം ചെയ്യുന്നു. ആ ഒരു ഇത് കുട്ടിയിൽ വരുന്നു. പിന്നെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നു. ആ ഒരു 5 സെൻസസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്ന കാര്യം, ലാംഗ്വേജ് ഫോർമേഷന്റെ കാര്യം, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതുപോലെ പറയാൻ, റിപ്പീറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ ശ്രമിക്കും. നടക്കാനുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി. പിന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അത് എപ്പോഴും നമ്മൾ കാണാറില്ലേ, നിലത്ത് എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ കിള്ളി പൊളിച്ച് അതിങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് ഈ മൊസൈക്കിന്റെ തറയായിരുന്നല്ലോ, എല്ലാ കുട്ടികളും ചെയ്യുന്ന കാണാം. അതിൽ നിന്ന് ഇങ്ങനെ അതിന്റെ ആ ഒരു ഡിസൈൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ മൈന്യൂട്ട് കാര്യങ്ങളോട് ഇവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ, ഇതാരാ വായിക്കാം? ഈ ഒരു ഗ്രൂപ്പ് വേഴ്സ് ഇവിടെ വരെ വായിച്ചാൽ മതി. ഞാൻ വായിക്കാം. ഓക്കെ. കേൾക്കുന്നില്ലല്ലോ, വായിക്കുന്നുണ്ടോ? മ്യൂട്ടാണോ? ഹലോ, കേൾക്കുന്നില്ലല്ലോ, വായിച്ചു തുടങ്ങിയോ? ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ മറന്നു. മാഡം വായിക്കട്ടെ? വായിക്കൂ. The period of sensitivity to order. This sensitiveness arises in the child's first year and continues through the second year. The child shows the need for order in several ways. First one, he shows a positive way in seeing common things. Second, children's insistence on putting things back in their place. Third one, crying or throwing എന്താ മാം അത് പ്രൊനൗൺസ് ചെയ്യാം? ടാൻട്രംസ് എന്ന ബാഡ് ടെമ്പർ, ഇങ്ങനെ ദേഷ്യമല്ലേ, വാശി പിടിച്ചുള്ള ദേഷ്യം. Tantrums to unfamiliar place or people. She cited an example. I found myself one day with a group of people going through Neo's grotto at Nepal. With us was a young mother with a child about 1.5 years old, too small to be able to walk the whole length of the way. In fact, after some time, the child grew tired and his mother picked him. Ma'am, screen മാറ്റൂ. കാണുന്നില്ലേ? ഈ സൈഡിലോ? നമ്മളുടെ മൊബൈലിലാണെങ്കിൽ അത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് സൂം ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി. Okay, ma'am. Him up, but she had overestimated her power. She was hot and stopped to take off her coat to carry it on her arm and louder. His mother tore in vain to quit him. He was evidently tired out and began to grow cross. Indeed, the noise was getting in their nerves of all, and naturally others offered to carry him. He was passed from arm to arm, struggling and screaming, and everyone talked to him and scolded him, but he only grew worse. അടുത്തതും വായിച്ചോ, കാരണം ആ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുന്നവരെ വായിക്കാം, എന്നിട്ട് നമുക്ക് പറയാം. I thought of the puzzles of infancy, of how reactions must always have a cause, and going up to the mother, I said, "Will you allow me to help put on your coat?" She looked at me, astonishment. അങ്ങനെയല്ല ma'am? Yes. For she was still hot, but in her confusion,
She consented and allowed me to help her with it. At once, the baby quieted down. His tears and struggles stopped, and he said, "Mama, coat on." It was as if he wanted to say, "Yes, Mama, a coat is meant to be worn." As through he thought of it, "At last you have understood me," and stretching out his arms to his mother, he came back to her all smiles. The excursion, ma'am. എക്സ്കർഷൻ നമ്മൾ ടൂർ എന്നൊക്കെ പറയില്ലേ, പിക്നിക് എന്നൊക്കെ പറയും. Excursion, okay. Excursion ended in complete calmness. A coat is meant to be worn and not to hang like a rag over one's arm, and his disorder in his mother's personality and affected the child as a jaggering disturbance. യെസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അത് ഈ ലാംഗ്വേജ് ഇത്തിരി പ്രശ്നമാണ്. അതാണ് നമുക്കിത് വായിച്ചിട്ട് എന്താന്ന് മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഈ മറിയ മോണ്ടിസോറി ഒരു ഇൻസിഡന്റ് അത് അവര് കാണാനിടയായതാണ്. ആ ഒരു സ്ഥലം പറയുന്നത് ഒരു ബീച്ചാണ്, ഇറ്റലിയിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്റെ നാപ്പിൾ ഗ്രാറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിന്റെ പേര് അവിടെ പറയുന്നുണ്ട്. ഒരു ബീച്ചാണ്. ഒരു ഫാമിലി, കുറെ ആളുകള് ഈ നെറൂസ് ഗ്രോട്ടോ അറ്റ് നേപ്പിൾസ് അവിടെ അവര് ആ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു കുട്ടിയെ കണ്ടു. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 years old, അത്രയാണ്, ടു സ്മോൾ. അവന് നടക്കാം ആ ഒരു രീതിയിൽ. പക്ഷെ ഈ 1.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുറേ അങ്ങ് നടന്നു കഴിയുമ്പോഴേക്കും അവരങ്ങ് മതിയാകും, എടുക്കാനൊക്കെ പറയുന്ന ആ ഒരു ഏജ് ആണല്ലോ. അങ്ങനെ ടയേർഡ് ആകുമ്പോഴേക്കും അമ്മയോട് എടുക്കാൻ പറഞ്ഞു. അപ്പൊ നല്ല ബീച്ച് സൈഡ് ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഈ അമ്മയ്ക്ക് ഒരു ഓവർകോട്ട് ഇട്ടായിരുന്നു. അമ്മ എന്ത് ചെയ്തു, കോട്ട് അങ്ങ് ഊരിയിട്ട്, ചൂട് കാരണം കോട്ട് ഊരി അവരുടെ കയ്യിൽ ഇങ്ങനെ കോട്ടങ്ങ് ഇട്ടു. അത് കണ്ടപ്പോഴേക്ക് കൊച്ചു ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ആൾക്കാര് കൈ മാറി 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 എടുക്കാൻ നോക്കി, എന്നിട്ടൊന്നും ഇവന്റെ കരച്ചില് നിൽക്കുന്നില്ല. അപ്പം മറിയ മോണ്ടിസോറി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. മോണ്ടിസോറി അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ കോട്ട് ഇടാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു, എന്താ ഇങ്ങനെ ചോദിക്കുന്നത്, ഭയങ്കര ചൂടാണ്, ആ സമയത്ത് എന്തിനാ ഈ കോട്ട് ഇടുന്നത്? ബട്ട് അവര് കൺഫ്യൂഷനിലാണെങ്കിലും അവര് സമ്മതിച്ചു. അങ്ങനെ ആ കോട്ട് അവർക്ക് ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും ഈ കുഞ്ഞങ്ങ് ക്വയറ്റായി എന്നാ പറയുന്നത്. കുഞ്ഞങ്ങ് സൈലന്റ് ആയി, അവന്റെ കണ്ണീരൊക്കെ അങ്ങ് നിന്ന് അവൻ ഭയങ്കര സന്തോഷമായി. അമ്മ കോട്ട് ഒന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനത്തെ സെന്റൻസുകളൊക്കെ അല്ലേ പറയുള്ളൂ, ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളല്ലേ പറയുള്ളൂ, എന്നാലും നമുക്ക് മനസ്സിലാവും. അപ്പം കോട്ട് എന്ന് പറയുന്ന ഇടാനുള്ളതാണ്, കയ്യിൽ അങ്ങനെ ആ ഒരു ഓർഡർ കുട്ടിയിൽ ഫോം ചെയ്തു എന്നാണ് മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ. എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ള ഒരു ഐഡിയ അവരുടെ മനസ്സിൽ വരുന്നു. അതാണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്താ പറയുക, ഞാൻ ഈ വീട്ടിലിങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഈ ചുരിദാറിന്റെ ഷോൾ അങ്ങ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ച് പിന്നെ എപ്പോഴെങ്കിലും അത് ഇടാം എന്നുള്ള രീതിയിലേക്ക് മോൻ അന്ന് ചെറുതായിരുന്നപ്പോ അവൻ കൊണ്ടുവന്ന് ഇട്ട് തരുമായിരുന്നു. അതിങ്ങനെ ഇടാനുള്ള ഒരു സാധനമാണെന്നൊരു ഫീല് അവരെപ്പോഴും കണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ. അതാണ് കുട്ടികളിൽ ആ ഒരു ഓർഡർ ഫോം ചെയ്യുവാണ്, സെൻസിറ്റിവിറ്റി ഓർഡർ. അതിന്റെ ഒരു ഇൻസിഡന്റ് പറഞ്ഞതാ, പക്ഷെ അത് ഇതിനകത്ത് എഴുതി വെച്ച് കുളം ചളമാക്കി. വളരെ സിമ്പിൾ ആയിട്ട് ആ ഇൻസിഡന്റ് എഴുതാമായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാവില്ല. ബട്ട് ഇതാണ് ആ കോട്ട് അമ്മയെ കൊണ്ട് അമ്മ ആ കോട്ട് ഊരിയതാണ് കൊച്ചിനെ വാശി പിടിച്ചത് കരയാൻ തുടങ്ങിയത്. ഓക്കെ, സോ നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ആരാ വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? ഞാൻ വായിക്കാം. The child has a two-fold sense of order. First is external, his relationship with the environment, and second is internal, an awareness of the different parts of his own body and their relative position. The child's need for order is based on a precise and determined environment. In an environment where order exists, a child can categorize his perceptions and make sense of his world. In such an environment, he forms an inner conceptual plan with which to understand and deal with his world. The need for order is obvious. Obvious.
obvious in the child from about 1.5 years. During this period, the child manipulates his environment and moves objects from one place to another. Order consists of conscious the place of each object in relation to his environment. It is not object in place that he is identifying through his sensitivity to order, but the relationship between objects in the surroundings. Dr. Montessori said, inner sense, which is a sense not of distinctions between things, so that is receives an environment as a whole with interdependent parts. Only in such an environment, known as a whole, is it possible for the child to orient himself and to act with purpose. Without it, he would have no basis on which to build his perceptions of relationship. ഓക്കെ. സോ ആ സെൻസ് ഓഫ് ഓർഡർ അതിന്റെ ടു ഫോൾഡ് ആണ് പറയുന്നത്. ഒരെണ്ണം എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ എൻവിയോൺമെന്റ്, സെക്കൻഡ് വൺ ഇസ് ഇന്റേണൽ. നമുക്ക് ഇന്റേണൽ എയ്ഡ്സ് അറിയാം, അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും. അപ്പൊ രണ്ട് സെൻസ് ആണ് കുട്ടിക്ക് ഈ ഓർഡർ, ഇങ്ങനെ ഒരു ഓർഡർ ഫോം ചെയ്യുന്നതിന്. പിന്നെ പലപ്പോഴും കുട്ടിക്ക് അവെയർ ആണ് ആ സ്വന്തം ബോഡിയിലെ ഡിഫറെന്റ് പാർട്സ്, അതിന്റെ റിലേറ്റീവ് പൊസിഷൻ. നമ്മള് കുഞ്ഞു ബേബീസിന്റെ അടുത്ത് ഇങ്ങനെ അവരെ കളിപ്പിക്കുമ്പോ ഇങ്ങനെ ചോദിക്കില്ലേ, കുഞ്ഞിന്റെ കണ്ണെവിടെ, മൂക്കവിടെ, ആദ്യം പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ അവരതില് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവരതിൽ പെർഫെക്റ്റ് ആവുന്ന നമ്മൾക്ക് കാണാൻ പറ്റാറുണ്ട് അല്ലെ. മൂക്കവിടെ, നാക്കവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരതൊക്കെ കാണിച്ചു തരും. സോ അവർക്ക് ആ അവരുടെ ബോഡി പാർട്സിലെ തന്നെ ആ ഒരു അവയർനെസ് കിട്ടുവാണ്. ആ ഒരു ഓർഡർ, റിലേറ്റീവ് പൊസിഷൻ അതെവിടെയാണ് എന്നുള്ളതൊക്കെ അവര് അറിയുവാണ്. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റുമായിട്ടും കണക്റ്റഡ് ആവുന്നുണ്ട്, ഇന്റേണൽ ആയിട്ടും അവർക്കൊരു കഴിവുണ്ട്. അപ്പൊ അങ്ങനെ അവരിൽ ആ ഓർഡർ ഫോം ചെയ്യുന്നു, പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നു. അവരുടെ പെർസെപ്ഷൻ, അവരുടെ വ്യൂ, അവർ കാണുന്നത്, അത് അവരുടെ കണ്ണിലൂടെ അവർ കാണുന്ന പല കാര്യങ്ങളെ കുറിച്ചും അവർക്കൊരു ഐഡിയ ഉണ്ടാവുന്നു. അവരതൊരു ഓർഡറിലേക്ക് അങ്ങനെയാണ് ഈ സെൻസിറ്റീവ് ടു ഓർഡർ ഉണ്ടാകുന്നത്. പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ വരും. അപ്പൊ ഇത് മറിയം മോണ്ടിസോറി കണ്ട കുഞ്ഞ്, ഒരു 1.5 വയസ്സ്, ആ ഒരു ഏജ് തുടങ്ങി കുട്ടികളിൽ ഈ ഓർഡർ ഫോർമേഷൻ ഉണ്ടാകുകയാണ്. ഒബ്വിയസ് ആയിട്ടും കറക്റ്റ് ആയിട്ടും ആ ഒരു ഏജിൽ തന്നെ വരുവാണ്. കുട്ടി എൻവയോൺമെന്റുമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുന്നു. നമ്മൾ പലപ്പോഴും വീട്ടിൽ ഇരുന്ന സാധനം അത് കാണുന്നില്ലല്ലോ, അപ്പൊ കുഞ്ഞിന് ആ സാധനം വേറൊരു സ്ഥലത്താണ് ഇരിക്കേണ്ടതെന്ന് ഇവനങ്ങ് തോന്നുക. അങ്ങനെയാണ് ഇത് ഒരിടത്ത് ഇരിക്കുന്നിടത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നത്. ഇപ്പൊ ടിവിയുടെ റിമോട്ട്, അങ്ങനെ പല പല സാധനങ്ങളും ഇരിക്കുന്നിടത്ത് ചിലപ്പോ കാണില്ല. അവരിങ്ങനെ അവരുടെ പെർസെപ്ഷനിൽ അത് ഇരിക്കേണ്ടത് വേറൊരു സ്ഥലത്താണെന്നൊരു ഫീൽ അവർക്ക് ഇങ്ങനെ വരുക, ഒരു എൻവയോൺമെന്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോഴേക്കും. എന്റെ മോൻ എന്റെ മൊബൈൽ എടുത്ത്, പഴയ മൊബൈൽ എടുത്ത് അങ്ങനെ പ്രസ് ചെയ്യുന്ന ബട്ടണുള്ള ചെറിയ മൊബൈലില്ല, 500 രൂപയുടെ. അപ്പൊ അവന് ഇത് ബാത്റൂമിലെ ബക്കറ്റിൽ കൊണ്ടുപോയി നല്ല പോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ അവരുടെ ധാരണ അത് നല്ല പോലെ ക്ലീൻ ചെയ്യേണ്ട എന്തോ സാധനം, ആ ഒരു ഐഡിയ ഇല്ലല്ലോ. സോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ സെൻസിറ്റീവ് ടു ഓർഡറിന്റെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാം നല്ല വൃത്തിയായി വെക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എപ്പോഴെവിടെന്നോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. അപ്പൊ നോക്കുമ്പോ ഇതത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, അതാ കൊണ്ടുപോയി നല്ലപോലെ വൃത്തിയാക്കി വെച്ചത്. സോ അങ്ങനെ ഓരോന്നും അവർക്ക് അവരുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള സാധനങ്ങളുടെ ഓർഡർ വേറെ ആയിരിക്കാം നമ്മൾ ചെയ്യുന്ന പോലെയല്ല. ബട്ട് അത് അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഒരു സൈൻ കൂടിയാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ എൻവയോൺമെന്റിൽ നിന്ന് പല കാര്യങ്ങളും അവർ കണക്ട് ചെയ്യുന്നു. പല കാര്യങ്ങൾ അവരുടെ ഓർഡർ, അവരുടെ കാഴ്ചപ്പാടിലുള്ള ഓർഡർ പല രീതിയിലാണ്. അങ്ങനെ ചുറ്റും എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്താണ് അവര് പല കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഓരോ കാര്യം ചെയ്യുന്നത്. ഞാനൊരു കാര്യം കൊടുത്തേ, ആന്റി അടുത്ത് നിന്നപ്പോ പിള്ളേര് 2 പേരാട്ടോ. അപ്പൊ ഇളയ കൊച്ചിന് 2 വയസ്സ്. അപ്പൊ ഞാൻ TV കണ്ടോണ്ടിരുന്നപ്പോ സെറ്റിയുടെ അടുത്തൊരു ജനലുണ്ട്. അപ്പൊ റിമോട്ട് ഞാൻ അവിടെ വെച്ചു. ഇപ്പൊ തന്നെ പുള്ള ചിത്താന്ന് തുടങ്ങിയിട്ട് പറയുകയാണ്, ഇത് അവിടെയല്ല വെക്കേണ്ട, ഷെൽഫിൽ വെക്കണം എന്ന് പറഞ്ഞ് പുള്ളി അത് എടുത്തുകൊണ്ട് വെക്കുക. അതാണ്, നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അവര് ചെയ്ത കാര്യങ്ങള്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഓരോന്നും കൂടുതലായി ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, ഭയങ്കര വികൃതിയാണ്, ഭയങ്കര കുസൃതിയാണ്.
അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. പക്ഷെ ആക്ച്വലി അവരിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സാ. അവർ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ വെച്ചെടുത്ത സാധനങ്ങളൊന്നും കാണില്ല. ഇവരിങ്ങനെ ഇവരുടെ ഐഡിയയിൽ അത് വേറൊരു സ്ഥലത്തായിരിക്കണം. അങ്ങനെ ഒരു രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷെയർ നിങ്ങൾക്ക് എന്തെങ്കിലുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ ഇതിങ്ങനെ വായിക്കുമ്പോൾ നമ്മളതാണ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ PDF വായിച്ചു നോക്കിയതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ബട്ട് ഈ ഒരു കൺസെപ്റ്റോട് കൂടി വായിക്കുമ്പോഴേക്കും എത്ര കട്ടിയിൽ വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയ അതാണ്. അല്ലാണ്ട് ഈ ഇതിങ്ങനെ കാണാതെ പഠിക്കണോ അങ്ങനെയൊന്നുമല്ല. ആ രീതിയിലൊന്നും പഠിക്കരുത്. നമ്മളുടെ എക്സാം നമ്മൾ എന്താണോ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാണ് എക്സാമിന്റെ രീതി. ഓക്കെ. അപ്പൊ ഒരു അഡൽട്ട്, അതായത് ഇപ്പൊ അഡൽട്ടിന്റെ രീതിയിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ് കുട്ടിയുടെ രീതി. ചൈൽഡ് നീഡ് ഫോർ ഓർഡർ ഇസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ അഡൽട്ട്. ഓക്കെ. നമ്മള് ഒരു കാര്യം ഓർഡറിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ. ഇപ്പൊ നമ്മള് ഷെൽഫിൽ നമ്മുടെ ഡ്രസ്സുകൾ വെക്കുന്നു. നമ്മളൊരു സ്ഥലത്ത് ടവൽസ് ആണെങ്കിൽ സാരീസ് അല്ലെങ്കിൽ സൽവാസ് അല്ലെങ്കിൽ പാന്റ് അങ്ങനെ നമ്മളിങ്ങനെ വെക്കും. അപ്പൊ നമ്മൾക്ക് അത് അങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ പ്രഷർ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന്. ഇപ്പൊ പാന്റിന്റെ ഭാഗത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. സോ അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ ഓർഡർ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ചെയ്തത്. എക്സ്ട്രാ പ്രഷറല്ല. കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെത്താനെ അവര് എൻവയോൺമെന്റുമായിട്ട് പലതും കണക്ട് ചെയ്യുമ്പോൾ അവരുടെ വ്യൂ പോയിന്റ്, അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അവര് പലതും ഓർഡർ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. ബട്ട് കുട്ടിക്ക് അത് അറിയില്ലല്ലോ, അത് അങ്ങനെയുള്ള രീതിയിലേക്ക് അവൻ വളർന്നിട്ടില്ല. അവന്റെ ആ ഒരു ഏജ് അനുസരിച്ച് അവൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോർ സെൻസിറ്റീവ് ടു എൻവയോൺമെന്റ് ആണ്. പിന്നെ അവന്റെ ഉള്ളിൽ നിന്നുള്ള ചില ഇന്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ആവുമ്പോഴാണ് അവൻ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. ഇനി അവരുടെ ലേണിംഗ്, അവരുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ട് അവര് ലേൺ ചെയ്യുന്നത്, അതായത് സംസാരിക്കാൻ തുടങ്ങുന്നത്, കൈകൾ പോകുന്നത്, ചിലര് ഭയങ്കര ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോ കടന്ന് ആടുന്നതൊക്കെ കാണാം ചില കുട്ടികള്. ഇത് മുഴുവനും വായിക്കാനായിട്ട് പറ്റും. വായിക്കും. ഞാൻ വായിക്കട്ടെ മിസ്സേ? ഗൗരി തന്നെ. യെസ് പ്ലീസ്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കൂ. ഇല്ലെങ്കിൽ ഗൗരി വായിച്ചോളൂ. ആരെങ്കിലും വായിക്കാനുണ്ടോ? വായിച്ചു. യെസ്. ആരുമില്ലേ? ഗൗരിയോട് വായിച്ചോളാൻ ആരോ പറയണ്ടായിരുന്നു. എന്നാ ഞാൻ വായിക്കാം. സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ their 5 senses. ഞാൻ The young വായിച്ചോട്ടെ? child has a natural excitement to explore the Young environment. child has a natural excitement to explore. ആരായിരുന്നു? വേറെ വായിക്കുന്നുണ്ടോ? ഞാൻ വായിച്ചു തുടങ്ങിയായിരുന്നു. ഓക്കെ. നിങ്ങൾ തമ്മിൽ തീരുമാനിക്കും. നെക്സ്റ്റ് വൺ ആരാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു വായിച്ചോളൂ. നീതു ചേച്ചി വായിച്ചോളൂ. ശരി. ഓക്കെ. Sensitivity to learning through their 5 senses. The young child has a natural excitement to explore the environment. The child must have objects to explore in order to develop his neurological structures for observing and thinking. Montessori said the tongue, which he uses for speaking, and hands, which his employs for work, are more intimately connected with his intelligence than any other part of the body. She referred to them as instruments of man's intelligence. In order to develop his mind, a child must have objects in his environment, which he can hear, see, and manage with his hands. It is important to note that the child's actions are not due to random choice, but directed by his inner needs for development. Now, the child's movements are not due to chance. He is making the necessary coordinations for organized movement, directed by his ego, which commands from within. Montessori placed particular attention upon the importance of training the child to make prejudice. Much of the didactic, അതെന്താണ് മിസ്?
Didactic. Didactic materials are concerned with the refinement of the sense. Through sensory education, children are helped to formulate and categorize his sense of perception into an inner mental order. ഇന്ന് മോനും വീട്ടിലുണ്ട് ഞങ്ങൾ കേൾക്കും. മോദിയായിട്ട് കുഞ്ഞും രണ്ടുപേരും കൂടെ ആയതുകൊണ്ട്. എത്ര ഏജുള്ള കുട്ടികളാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 6 വയസ്സ് മോന്, ഇളയാള് 1.5 വയസ്സ്. ഇന്നെന്താ അവധി? ഇന്ന് അവരുടെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോവാ, അപ്പൊ പോകാത്ത പിള്ളേർക്ക് ലീവ് കൊടുക്കും. ശരി ശരി. ഓക്കെ, സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്. അവർ 5 സെൻസസ് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മളുടെ 5 സെൻസസ്. അവർക്കൊരു നാച്ചുറൽ എക്സൈറ്റ്മെന്റ് ആണ്. പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, അല്ലെ? അവർ ആ പുറം ലോകം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പാർക്കിൽ കൊണ്ടുപോവാ, ബീച്ചിലൊക്കെ കൊണ്ടുപോകും, അവർക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈവൻ തോ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ തന്നെ അവർക്ക് എവിടെയോ ടാറ്റ പോകാനായിട്ട് ഭയങ്കര ഒരു താല്പര്യമാണല്ലോ ആ ഒരു രീതിയിൽ. അവര് പുറത്ത് കാണുന്ന പല കാര്യങ്ങളും അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതിന്റെ രീതികൾ അവർ നല്ലപോലെ അത് അവരുടെ സെൻസ് യൂസ് ചെയ്യും. അവരുടെ വിഷ്വൽ സെൻസും ഓഡിറ്ററി സെൻസും ചിലപ്പോൾ തൊട്ട് നോക്കും, അങ്ങനെ എല്ലാം അവർ ചെയ്യും. മോണ്ടിസോറി പറയുന്ന ടങ്, അത് സംസാരിക്കാനായിട്ട് അത് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹാൻഡ്സ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇത് രണ്ടും വളരെ കണക്റ്റഡ് ആണ്. കുട്ടികളുടെ ബോഡിയിൽ അവരുടെ ഇന്റലിജൻസിനെ ട്രിഗർ ചെയ്യുന്ന 2 പാർട്സ് ആണ് ടങ്ങും ഹാൻഡ്സും എന്ന് പറയുന്നത്. കുട്ടി എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കണം, എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ കൈകൾ കൊണ്ട് അവരുടെ ഒരു ആക്ടിവിറ്റീസ്. ഒരു മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളാണ് ഈ രണ്ടും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ബോഡി പാർട്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ഈ ഇന്റലിജൻസിന്റെ 2 മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ടങ് ആൻഡ് ഹാൻഡ്സ്. ഇനി നമ്മളറിയാം, അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു റൂമിൽ ഇടുന്നതിനേക്കാളും അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കുട്ടിയുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം ഒബ്ജക്ട്സ്, പല പല സാധനങ്ങളും അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ കാണുമ്പോൾ അവൻ അതെല്ലാം കണക്ട് ചെയ്യും. നമ്മളെ ഈ കുട്ടിയെ ചെറിയ കുഞ്ഞുങ്ങളെ, പ്രായമായവരൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തോണ്ട് നടക്കുന്ന സമയത്ത് അവര് ആ ഒരു അമ്പിളിമാമനൊക്കെ ആകാശത്തുള്ള സമയത്ത് അത് കാണിക്കും. ഇവർക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. പൂ വിരിഞ്ഞു നിൽക്കുന്നത്, പൂവിനെ കാണിക്കും, തുമ്പി ഉള്ളത്, ബട്ടർഫ്ലൈ, അങ്ങനെ എല്ലാം ഇങ്ങനെ കിളികളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ എന്തൊക്കെയാണോ എൻവയോൺമെന്റിലെ ഒബ്ജക്ട്സ് അതെല്ലാം കാണാൻ അവർക്ക് ഭയങ്കര, കാണാനും കേൾക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അവരെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്നതൊക്കെ അവരത് ടച്ച് ചെയ്തൊക്കെ നോക്കും. അങ്ങനെ കുട്ടിയുടെ ഓരോ ആക്ഷൻസും അവന്റെ ഈ മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം ആ കുട്ടി ഉള്ള ആ ഒരു സറൗണ്ടിങ്സിൽ അതുപോലുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവണം എന്ന് പറയാം. അപ്പൊ മറിയ മോണ്ടിസോറി ഒരു സ്കൂൾ ഡിസൈൻ ചെയ്തപ്പോ ആ എൻവയോൺമെന്റിൽ കുട്ടിയുടെ 5 സെൻസും നല്ലപോലെ ആക്റ്റീവ് ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്തത്. ആ രീതിയിൽ മെറ്റീരിയൽസ് വെച്ചു. നമുക്കറിയാലോ, നമ്മൾ ഈ പ്രീ സ്കൂളിലെ കുട്ടികളുടെ പ്രത്യേകിച്ചും അവരിരിക്കുന്ന ഡെസ്കും ബെഞ്ചൊക്കെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് കളറിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന കാണാം. പിന്നെ അതുപോലെ തന്നെ വാളിൽ പല പല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പൊ കുട്ടികളെ കൂടുതൽ അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലെ ഒബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്യാനും, അങ്ങനെ ഇപ്പൊ പലപ്പോഴും കുഞ്ഞുങ്ങൾ പ്രീ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ വീട്ടിൽ വരുമ്പോ ആ വിശേഷങ്ങളൊക്കെ പറയും. അവർക്ക് ബ്രൈറ്റ് കളേഴ്സിനോടൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ ഇതുപോലെ ബട്ടർഫ്ലൈയുടെ പിക്ചർ ഭിത്തിയിലൊക്കെ വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഡോറയുടെ അങ്ങനെയൊക്കെ ഏതെങ്കിലും അവര് വളരെ ഫെമിലർ ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര വിശേഷം പറയലായിരിക്കും വീട്ടിൽ വന്നിട്ട്. അപ്പൊ ഇത് ഇവരുടെ ഇവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര ഡൾ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഹോള്, അല്ലെങ്കിൽ വീട്ടിലും അങ്ങനെ ഡൾ ആയിട്ടുള്ള ഒരു ചുമര്, അധികം സാധനങ്ങളൊന്നുമില്ല, അങ്ങനെ ഇരിക്കാവുമ്പോഴേക്കും അങ്ങനെയുള്ള കുട്ടികൾ കൂടുതൽ അത് അവർക്ക് അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. സോ ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ഡെവലപ്മെന്റും അതിനനുസരിച്ച് മാറും. ഓക്കെ, പിന്നെ മൂവ്മെന്റ്, ലൈക്ക് 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആവാറാവുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ നിന്ന്, നമ്മൾ പറയില്ലേ, നമ്മൾ ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ട്രിഗർ ചെയ്യും. അടുത്തത് ഇത് ചെയ്യണം, അടുത്തത് ചെയ്യണം എന്ന് ഒരു
സിഗ്നൽ കിട്ടുന്ന പോലെ തന്നെ ഇവരുടെയും ഉള്ളിൽ നിന്ന് ഓരോ കമാൻഡ്സ് ഇവർക്ക് കിട്ടുന്ന ആയിട്ട് ഒരു ഫീൽ അവർക്ക് ഉണ്ടാകും. അപ്പൊ മോണ്ടിസോറി ഇങ്ങനെ കുട്ടികളെ ഈ ഒരു രീതിയിൽ ട്രെയിനിങ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൊടുത്തു. ഇവരുടെ ഈ ഡൈഡാറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന അതാണ് ഡൈഡാറ്റിക് എന്ന് പറയുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്നുവെച്ചാൽ ആ ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു ടോയ്സ് അല്ല, ഇങ്ങനെ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഇതൊരു റിസൾട്ട് കിട്ടണം ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, അതാണ് ഡൈഡാറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് കുട്ടികളിൽ പല എക്സ്പെരിമെന്റും ഇവർ ചെയ്തു നോക്കി. കുട്ടികൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്, അതുകൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതുമൂലം അവരിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, ആ രീതിയിലായിരുന്നു ഇവരുടെ സെൻസറി എഡ്യൂക്കേഷൻ. അപ്പൊ ഈ സെൻസറി എഡ്യൂക്കേഷൻ കുട്ടികളെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു കുട്ടികൾക്ക്. അവർക്ക് അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, അവരുടെ മെന്റൽ ഓർഡർ, അതെല്ലാം ആ ഒരു പെർസെപ്ഷൻ എല്ലാം വന്നു. ഇപ്പൊ ലെങ്ത്, ഹൈറ്റ്, വെയിറ്റ്, സൈസ്, ഒരു സാധനത്തിന് ഇത്ര ഹൈറ്റ് ഉണ്ട്, അപ്പൊ നമ്മൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അത് മനസ്സിലാവുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഹൈറ്റ് ഡിഫറൻസ് മനസ്സിലാകും. അതായത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് മോണ്ടിസോറി ചില കാര്യങ്ങൾ ചെയ്യിക്കുമായിരുന്നു. കുട്ടികളുടെ കണ്ണൊക്കെ കെട്ടിവെച്ചിട്ട് പല വെയിറ്റിലുള്ള സാധനങ്ങൾ വെക്കും. കുട്ടികളോട് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ വെച്ച് നോക്കാൻ പറയും. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. അവരോട് അത് ടേബിളിൽ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറയും. അടുത്തത് എടുക്കാൻ പറയും. അതും ലെഫ്റ്റ് ഹാൻഡിൽ, റൈറ്റ് ഹാൻഡ് കൊണ്ട് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ വെച്ച് നോക്കാൻ പറയും. എന്നിട്ട് ആദ്യം എടുത്തത് റൈറ്റ് ഹാൻഡിലേക്ക് വെക്കാൻ പറയും. രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അവർക്ക് ആ വെയിറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും. എന്നിട്ട് അവരോട് വെയിറ്റിനനുസരിച്ച് കീപ്പ് ചെയ്യാൻ പറയും. വെയിറ്റ് കുറഞ്ഞത് താഴെ വെക്കാനോ അതിന്റെ മുകളിൽ അടുത്ത വെയിറ്റ് ഉള്ളത്, അങ്ങനെ അതിന്റെ അടുത്തത് എടുക്കും. അപ്പൊ വേറെ വെയിറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് ഇവര് വെയിറ്റ് കുറഞ്ഞത് തുടങ്ങി കൂടുതൽ വരെ അങ്ങനെ ചെയ്യും. അതുപോലെ ലെങ്ത് പല ലെങ്ത്തിലുള്ള എന്തെങ്കിലും ചെറിയ വുഡൻ പീസസോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറെ മെറ്റീരിയൽസ് നമുക്ക് കുട്ടികളെ കൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ലോ കോസ്റ്റിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് നിങ്ങൾക്കും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഏതായിരുന്നു, സാൻഡ് പേപ്പർ ലെറ്റേഴ്സും വേർഡ് റീഡിംഗ് അത് പറഞ്ഞിരുന്നു. മുത്തൊക്കെ വെച്ചുണ്ടാക്കും. ബീഡ്സിന്റേത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിന്റെ ബീഡ്സ്, പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്സും പിക്ചർ റീഡിംഗ് കാർഡ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അതെല്ലാം മോണ്ടിസോറി ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ചിലത് അതാണ്. പിന്നെ ബീഡ്സ് പറഞ്ഞത് അല്ലെ, ബീഡ്സും അതുപോലെ തന്നെ നമുക്ക് ചെയ്യിക്കാം. പിന്നെ നമുക്ക് ഈ നമ്പർ ഇങ്ങനെ കാർഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി ആക്കിയിട്ട് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പറഞ്ഞിട്ട് നമുക്കൊരു മെറ്റീരിയൽ ഉണ്ട്. ഇതുപോലെ നമ്പേഴ്സ് ഇങ്ങനെ കാർഡ്സിൽ ഉണ്ടാവും, ഓരോ നമ്പേഴ്സ്. അങ്ങനെ നമ്പേഴ്സ് നമ്മൾ 1 തുടങ്ങിയ 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക. ആ നമ്പേഴ്സ് നമ്മളിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുക. എന്നിട്ട് അപ്പൊ ഒരു കൗണ്ടിങ്ങും പഠിക്കും, നമ്പർ ഫെമിലറൈസ് ആകും. 1 എന്ന് പറയുമ്പോൾ 1ന്റെ താഴെ ഇപ്പൊ നമ്മൾ ബീഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ബീഡ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഡ് 1 വരുന്ന ബീഡ് ഇതിൽ വെക്കുക. ഇതിൽ പക്ഷെ കൗണ്ടേഴ്സ് ആയിട്ടുള്ളത് ഇതുപോലെ ബെൽ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളെ ഫെമിലറൈസ് ചെയ്ത മെറ്റീരിയലില് ഈ കൗണ്ടറിന് പകരം ഈ കൗണ്ടറിന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഈ റൗണ്ടില് നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കളറിലെ കോയിൻ സൈസ് ഒരു സാധനം കിട്ടില്ലേ, മനസ്സിലായോ? അല്ലെ, നമുക്ക് നല്ല വലിയ കോയിൻ സൈസ് പല കളർ, ഓരോ ആൾക്ക് ഓരോ കളർ വെച്ച് നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറിൽ അങ്ങനെയല്ലേ ഡൈസ് എറിഞ്ഞ് അതിങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്. അതുപോലെയായിരുന്നു ഞങ്ങളുടെ മെറ്റീരിയൽസിന്റെ കൗണ്ടർ. റെഡ് കളറിലെ റൗണ്ട് സാധനമായിരുന്നു കോയിൻ സൈസിലുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കൗണ്ടേഴ്സിന് അങ്ങനത്തെ ഒരു പൊട്ട് പോലത്തെ അല്ല, ഇതുപോലൊരു ബെല്ല് പോലത്തെ സംഭവം ഉടനാണ്. അപ്പൊ ഇതിന്റെ മുകളിലൊരു ചെറിയൊരു നോബുണ്ട്, നമ്മുടെ ഭരണിയുടെ ഒക്കെ അടപ്പിന്റെ ഉള്ള പോലെ. അപ്പൊ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞു ഫിംഗേഴ്സ് കൊണ്ട് ഈ നോബിലായിരിക്കും പിടിക്കുന്നത്. അപ്പൊ അവരുടെ ഈ കുഞ്ഞു വിരലിലെ മസിൽസ് ഡെവലപ്പ് ചെയ്യാനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ആയിരിക്കാം ആ ഒരു മെറ്റീരിയൽ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആക്കിയത്. അപ്പം അന്ന് ഞാനിപ്പോ 7 years ബാക്ക് പഠിച്ച പല മെറ്റീരിയലും ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ ഒരു അപ്ഡേഷൻ നടന്നത് നമുക്ക് ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇല്ലേ, 4 ഉണ്ടല്ലോ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഈ 4 ചെയ്യാനായിട്ട് നമുക്ക് ബോർഡാണ്.
ഈ ബോർഡിൽ 1, 2, 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് ബോർഡിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം 2 നമ്പേഴ്സും ആഡ് ചെയ്യണം. 2+5 ആഡ് ചെയ്യാനായിട്ട് നമ്മൾ 2ന്റെ ബീഡ് എടുക്കും, 5ന്റെ ബീഡ് എടുക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ബോർഡ് സെയിം തന്നെ. ബീഡ്സിന് പകരം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള സ്ട്രിപ്സ് ആണ്. 7ന് പകരം ഇതുപോലൊരു സ്ട്രിപ്പ് 7 എഴുതിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോന്നിന് പകരം സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുക, വുഡൻ സ്ട്രിപ്സ്. അപ്പൊ അങ്ങനെ കുറെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് ആയിരിക്കാം, പുതിയ സ്കൂളാകുമ്പോൾ അവർ അപ്ഡേറ്റഡ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ പലതും പല രീതിയിൽ വരുന്നുണ്ട്. നമ്മളുടെ മോഡ്യൂൾ 3 ആകുമ്പോൾ ഞാൻ ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. സോ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഡു. ഫസ്റ്റ് ബാച്ച് വരെ കുറച്ച് പേര് വരാൻ പറ്റുന്നവർ നേരിട്ട് വരുന്നുണ്ട്. അവർക്ക് പോർഷൻ തീർന്നു, ഓൾമോസ്റ്റ് തീർന്നു. ക്ലാസ്സിലെ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചു. അപ്പൊ അവര് കുറെ പേര് മലപ്പുറത്തുനിന്നും പാലക്കാട് നിന്നൊക്കെ അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാം എന്നങ്ങനെ ഒരു ഫുൾ ഡേ മെറ്റീരിയൽസ് മാത്രം ഒന്ന് ഫെമിലറൈസ് ആകാൻ, അതൊക്കെ നല്ല കാര്യമാണ്. ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞപ്പോ മെറ്റീരിയൽസ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ മോഡ്യൂൾ 3 ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതൊന്ന് ഫെമിലറൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ആരെങ്കിലും സൈൻ ഔട്ടിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലീവ് ചെയ്യാം, നോ പ്രോബ്ലം. പി ജിക്കുള്ളവരെ രാത്രി പി ജിക്ക് കാണാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ബൈ.